ഇന്നൊരു സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിടപടയിൽ ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ ഇന്നലെ കഴുകി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ അത് സ്ഥാനത്തേക്ക് മാറ്റി വെച്ചു. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. എനിക്ക് ഈ സാറ്റർഡേ സൺഡേ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് മണ്ടേയിലേക്ക് വരുമ്പോൾ ഇച്ചിരി മടി കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് കിട്ടാവുന്ന സാധനമായിട്ട് ഞാൻ കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഉപ്മാവിനുള്ള കഷ്ണങ്ങൾ എന്നെ കഴിയുമ്പോൾ നമ്മുടെ ചോറ് ഉള്ള അരി വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ റൈസ് കുക്കറിൽ എടുത്ത് വെച്ച് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം കേട്ടോ. സാധാരണ പോലെ നമ്മുടെ കടുക് പൊട്ടിച്ച് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ അതിലേക്കിട്ട് ഇളക്കി ഒരു കളറൊക്കെ മാറി വരുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയും നാളികേരം 2 സ്പൂൺ കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് നമ്മുടെ റവേനെ അതിലിട്ട് മിക്സ് ചെയ്യുക. ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അതൊരു മാറ്റി വെക്കട്ടെ. അവനെ എനിക്കുമ്പോഴേക്കും ചൂടാറിനച്ചിട്ട് കേസറോളിൽ അടച്ച് ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പേരി കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ. ഇപ്പോൾ ചാറ് കൂട്ടാൻ അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാറില്ല, മിക്കത് ഉപ്പേരിയൊക്കെയാണ്, വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ ചാറ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനിന്ന് ചെറുപയർ ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം പാല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പോയി എടുക്കാൻ വിചാരിച്ചു. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. കാരണം 6 മണി കഴിയുമ്പോഴേക്കും ഇപ്പോൾ നേരം വെളുക്കുന്നില്ല, 7 മണിക്ക് ആവുമല്ലോ. അപ്പോൾ അതേ പാലൊക്കെ എടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാത്രത്തേക്കാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അത് ഇനി ഒരു 7 മണിക്ക് ആകുമ്പോൾ ചായ ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചൂട്ടോട് കൂടി കുടിക്കാമല്ലോ. അപ്പോൾ ഇനി ഉപ്പേരി കൂട്ടാനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പേരി കൂട്ടാൻ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടിയിട്ട് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പേരി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചാറുകറി ഇവൻ സ്കൂളൊക്കെ വിട്ടതിന് ശേഷം പോയി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഇന്ന് പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞു. ഇനി അവൻ്റെ പാത്രങ്ങളൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം അവിടെ വയ്ക്കും കേട്ടോ. ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം. ചായക്ക് വെള്ളവും അതുപോലെ തന്നെ പാലൊക്കെ ഒഴിച്ച് ആദ്യം തന്നെ നമുക്ക് മോന് പാല് മാറ്റി വയ്ക്കും കേട്ടോ. അവന് രാവിലെ പാല് മതി എന്ന് പറഞ്ഞിട്ട് പാലാണ് ആക്കുന്നത്, വൈകിട്ട് ചായ അങ്ങനെയാണ്. ഇപ്പോൾ മാറി അവൻ ഇടയ്ക്കിടയ്ക്കൊരു മാറ്റാം. അപ്പോൾ ചായയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അവൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ അവന് ടൈം ടേബിളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ടേക്ക് കുറച്ച് ബെഡ്ഷീറ്റ് ഇന്നത്തെ മുകളിലത്തെ റൂമിലത്തെ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ഒന്ന് കഴുകാടാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം തന്നെ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇതേ നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ. സമയം 7:15 ആവാറായിട്ടുണ്ട്. എന്നിട്ട് ഇനി അവൻ്റെ ഡ്രസ്സും ബുക്സും ഒക്കെ ടൈം ടേബിളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ബാഗിലേക്ക് എടുത്ത് വെക്കാമെന്ന് വെച്ചാൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് അവൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്തൊക്കെ എടുത്ത് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവനെ എനിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ബാത്റൂമിൽ കയറി എന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചോറും ടിഫിനൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഒരു മുട്ട ഓംപ്ലേറ്റും ഉപ്പേരും ഒരു നെല്ലിക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.